മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എൻട്രൻസ് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നവർ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും നമ്മുടെ കാസ്റ്റ് ഈ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിനകത്താണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ലൈവ് ഫോട്ടോഗ്രാഫും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജിസ് അക്കാഡമി. അപ്പോൾ നമ്മുടെ 2026 GPAT നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ GPAT നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന ജനുവരി 14-ാം തീയതിയാണ്. സോ എങ്ങനെ നമുക്ക് GPAT അപ്ലൈ ചെയ്യാം എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ BPharm പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ MPharm കംപ്ലീറ്റ് ചെയ്തവർക്ക് PhD അഡ്മിഷൻ എടുക്കണമെങ്കിലൊക്കെ GPAT മാൻഡേറ്ററി ആണ്. അതുപോലെ നൈപ്പറിന്റെ എക്സാം എഴുതണമെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഫാർമസി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടേം ആയിരിക്കും അല്ലെ. ഈ നൈപ്പർ എന്നൊക്കെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫാർമസി കോളേജസിൽ ഏറ്റവും ടോപ്പ് കോളേജ് ആണ്. സോ അങ്ങോട്ടൊക്കെ എക്സാം അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതിന്റെ എക്സാം എഴുതണം. സോ GPAT ക്വാളിഫൈ ആയാൽ മാത്രമാണ് നമുക്ക് നൈപ്പറിന്റെ അഡ്മിഷൻ കിട്ടുള്ളൂ. സോ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. സോ GPAT എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? NBEMS, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ്. നമ്മുടെ നീറ്റ് PG മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എൻട്രൻസ് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നവർ തന്നെയാണ് നമ്മുടെ GPAT എക്സാമും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ NBMSന്റെ നമ്മൾ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ NBMSന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് 2026 GPAT രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ പുതിയ കാൻഡിഡേറ്റ് ആണല്ലോ. സോ നമുക്ക് രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കാൻഡിഡേറ്റിന്റെ നെയിം, സോ അതുപോലെ നമ്മുടെ കാൻഡിഡേറ്റിന്റെ നെയിം കൺഫേം ചെയ്ത് കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, നാഷണാലിറ്റി, അതുപോലെ മൊബൈൽ നമ്പർ, ഒരു ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ, ഇമെയിൽ ID. സോ ഇതെല്ലാം എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏത് മൊബൈൽ നമ്പർ ആണോ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ജനറേറ്റ് ചെയ്യും. സോ ആ OTP വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യേണ്ടത്. അപ്പൊ ആ OTP നമ്മൾ എൻറ്റർ ചെയ്ത് അത് അവര് ഒന്ന് വാലിഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും കാണാൻ പറ്റും. സോ അതിനുശേഷം അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. എങ്ങനെയാണ്? അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ടെസ്റ്റ് സിറ്റി, ഡോക്യുമെന്റ് ആൻഡ് പേയ്മെന്റ്. പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ID കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ ID എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കൺട്രി, അതുപോലെ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും, നമ്മുടെ കാസ്റ്റ്, ഇതെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത ഓപ്ഷനിലേക്ക് പോകും, അത് സേവ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ഓപ്ഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽ അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് എന്താണ്? നമ്മുടെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, നമ്മുടെ അഡ്രസ് ഫുൾ ആയിട്ട് കൊടുക്കുക. പെർമനന്റ് അഡ്രസ് തന്നെ ആയിട്ടാണ് കറസ്പോണ്ടൻസ് അഡ്രസ് എങ്കിൽ രണ്ടിലും സെയിം കാര്യങ്ങൾ തന്നെ എൻ്റർ ചെയ്യുക. പിൻകോഡ് കൊടുക്കുക, നമ്മുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, സേവ് ചെയ്യുക. അടുത്തത് എന്താണ്? അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്ത് നമ്മൾക്ക് നോക്കാനുള്ളത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് എന്താണ്? നമ്മൾ BPharm പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് ആധാർ കാർഡും അതുപോലെ വോട്ടർ ID, ഗവൺമെന്റ് ഓഫ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാർക്സ്, ലൈക്ക് ബർത്ത് മാർക്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിലേക്ക് വരും. അത്രയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിനകത്താണ്. ദെൻ ഈ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിനകത്താണ് നമ്മുടെ കംപ്ലീറ്റ് അക്കാഡമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇവിടെ മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ 10th നമ്മുടെ മാർക്സും നമ്മൾ പഠിച്ച സ്കൂളും നമ്മുടെ യൂണിവേഴ്സിറ്റി, ലൈക്ക് ഏത് ബോർഡാണ്, യൂണിവേഴ്സിറ്റി അല്ല ഏത് ബോർഡാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം BPharm ആണ് നമ്മൾ പഠിക്കുന്നത്. BPharm കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈഡ് BPharm, അതായത് സ്റ്റാറ്റസ് ഓഫ് ക്വാളിഫൈയിങ് BPharm എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിൽ BPharm കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ക്വാളിഫൈഡ് BPharm കൊടുക്കുക. 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെർസ്യൂയിങ് ദ 4th ഇയർ ഓഫ് BPharm കൊടുക്കാം. അതുപോലെ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ ഒരു ട്രയൽ പോലെ വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കും. സോ അങ്ങനെയുള്ള ആൾക്കാർ പെർസ്യൂയിങ് 3rd ഇയർ BPharm എന്ന് കൊടുക്കുക. സോ അത് കൊടുത്തതിന് ശേഷം ഏത് കോളേജാണ്, അതുപോലെ ഏത് കോളേജിന്റെ ലൊക്കേഷൻ, അതുപോലെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്
പാസിംഗ്, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇനി കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സെന്റർ ഡീറ്റെയിൽസ് ആണ്. എവിടെയാണോ നമ്മൾ ടെസ്റ്റ് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ടെസ്റ്റ് സെന്റർ ഡീറ്റെയിൽസ് കൊടുക്കുക. കോട്ടയം, എറണാകുളം ഒക്കെ ഉണ്ടായിരുന്നു, സോ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. സോ ഏത് സെന്റർ ആണോ നമുക്ക് വേണ്ടത് ആ സെന്റർ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതിനുശേഷം വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സിഗ്നേച്ചർ, സ്കാൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അതുപോലെ ഫോട്ടോ, നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും വേണം. നമ്മുടെ ലൈവ്, നമ്മൾ RRB എക്സാംസിനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, റിയൽ ടൈം ഫോട്ടോഗ്രാഫ്, അതായത് ലൈവ് ഫോട്ടോഗ്രാഫിനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ലൈവ് ഫോട്ടോഗ്രാഫും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഫസ്റ്റ് ഇയർ BPharm മാർക്ക് ഷീറ്റ്, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തേർഡ് ഇയർ വരെ കൊടുക്കാം. പിന്നെ ഫോർത്ത് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തേർഡ് ഇയർ വരെ കൊടുത്ത് നിർത്താം. ഫോർത്ത് ഇയർ എക്സാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ലൈക്ക് ഫോർത്ത് ഇയർ എക്സാം കഴിഞ്ഞ് അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ 4 വർഷത്തെ മാർക്ക് ലിസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡോക്യുമെന്റ് ആൻഡ് പേയ്മെന്റ്. അതായത് 3500 കൊടുത്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു പേയ്മെന്റും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ GPAT ആപ്ലിക്കേഷൻ പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പേയ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചോളുക. അപ്പൊ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യുക. അപ്പൊ ഒരു ഡൗട്ട് ആയിട്ട് നിൽക്കുമായിരുന്നു എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചിലർക്ക് ഉണ്ടായിരുന്നു. സോ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുകയും ഫിൽ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ GPAT എഴുതാൻ പോകുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ബെസ്റ്റ് വിഷസ്. സോ നമ്മുടെ GPAT ബാച്ച് റണ്ണിങ് ആണ്. സോ നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.